നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എന്തായാലും ഓണം എത്തിക്കഴിഞ്ഞു. ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. അതിനൊപ്പം തന്നെ മഴയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അമേരിക്കയിലെ മിനിയാപോളിസിൽ സ്കൂളിൽ വെടിവെപ്പ്. 8ഉം 10ഉം വയസ്സുള്ള കുട്ടികൾക്ക് ദാരുണാന്ത്യം. 14 കുട്ടികൾ ഉൾപ്പെടെ 17 പേർക്ക് പരിക്ക്. ട്രാൻസ്ജെൻഡറായ അക്രമി ജീവനൊടുക്കി. FBI അന്വേഷണം തുടങ്ങി. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള കർണാടക തീരത്ത് 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. വീണ്ടും പാറകൾ റോഡിലേക്ക് പതിച്ചേക്കുമെന്ന ആശങ്ക. വിദഗ്ധ സമിതി ഇന്ന് ചുരത്തിലെത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവ പ്രതിസന്ധി മറികടക്കാൻ വഴികൾ തേടി ഇന്ത്യ. മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത പരിശോധിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജപ്പാനിലേക്ക്, നാളെ ചൈനയിലെത്തും. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർ നടപടികളിലേക്ക് കടന്ന ക്രൈംബ്രാഞ്ച്. അന്വേഷണ ചുമതല DYSP ബിനുകുമാറിന്. രാഹുലിൽ നിന്നും അധിക്ഷേപം നേരിട്ടവരുടെയും നിലവിൽ പരാതി നൽകിയവരുടെയും രാഹുലിൻ്റെയും മൊഴി രേഖപ്പെടുത്തും. BPCL പ്ലാന്റിലെ പൊട്ടിത്തെറിയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച എറണാകുളം അയ്യങ്കുഴിയിലെ ജനങ്ങളെ കൈയൊഴിഞ്ഞ് സർക്കാരും കമ്പനി അധികൃതരും. താൽക്കാലികമായി താമസിപ്പിച്ച ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ഉടമ. വാസയോഗ്യമല്ലാത്ത അയ്യങ്കുഴിയിലേക്ക് മടങ്ങാനാകാതെ ജനങ്ങൾ പ്രതിഷേധ സമരത്തിൽ. സൂരജ് ഡയമണ്ട് ലീഗ് ഫൈനലിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. KCL 2:30 ആദ്യ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. 6:45 രണ്ടാം മത്സരത്തിൽ കൊല്ലം സെയിലേഴ്സ് ആലപ്പി റിപ്പിൾസ് പോരാട്ടം. വാർത്തകൾ വിശദമായി നോക്കാം. അമേരിക്കയിലെ മിനിയാപോളിസിൽ സ്കൂളിൽ വെടിവെപ്പ്. 8ഉം 10ഉം വയസ്സുള്ള കുട്ടികൾക്ക് ദാരുണാന്ത്യം. 14 കുട്ടികൾ ഉൾപ്പെടെ 17 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറായ അക്രമി ജീവനൊടുക്കി. FBI അന്വേഷണം ആരംഭിച്ചു. കിൻഡർ ഗാർഡൻ മുതൽ 8ാം ഗ്രേഡ് വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അൻസിയേഷൻ കാത്തലിക് സ്കൂളിലാണ് സംഭവമുണ്ടായത്. കറുത്ത വസ്ത്രം ധരിച്ച് 3 ആയുധങ്ങളുമായി വന്ന അക്രമി ജനാലകൾ വഴി പ്രാർത്ഥനാ ഹാളിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. 8ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളാണ് മരിച്ചത്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കുട്ടികൾ പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴാണ് അക്രമി വെടിവെച്ചത്. 23 വയസ്സുള്ള ട്രാൻസ്ജെൻഡറായ റോബിൻ വെസ്മനാണ് വെടിവയ്പ് നടത്തിയത്. പരിക്കേറ്റ 14 കുട്ടികളും 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ളവരാണ്. ഇവർ അപകടനില തരണം ചെയ്തതായാണ് അധികൃതർ നൽകുന്ന സൂചന. സംഭവത്തിലേക്ക് നയിച്ച കാരണമറിയാൻ റോബിൻ വെസ്മാന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണ്. 2 ദിവസം മുൻപാണ് സ്കൂളിൽ അധ്യയനം ആരംഭിച്ചത്. 395 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്വകാര്യ സ്കൂളാണ് ഇത്. ആഭ്യന്തര ഭീകരവാദം എന്ന നിലയിൽ FBI ആണ് കേസ് അന്വേഷിക്കുന്നത്. ദാരുണമായ സംഭവമാണിതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നഗരത്തിലുണ്ടായ വെടിവയ്പിന്റെ തുടർച്ചയായാണ് ഈ ആക്രമണം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മിനിയാപോളിസിലെ ഹൈസ്കൂളിന് പുറത്തുണ്ടായ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നഗരത്തിലുണ്ടായ മറ്റൊരു വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമാകാൻ സാധ്യത. തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി വർഷ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. വർഷ, ആ മേഖലകളിലാണ് സ്വാഭാവികമായിട്ടും മഴയുടെ മുന്നറിയിപ്പുള്ളത്. എന്താണ് മഴ മുന്നറിയിപ്പ്? അതോടൊപ്പം തന്നെ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളതും സർക്കാർ തലത്തിൽ? രാജേഷ്, കഴിഞ്ഞ ദിവസവും വടക്കൻ കേരളത്തിൽ മഴ ശക്തമായിരുന്നു. ഇന്നും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം 29-ാം തീയതി വരെയായിരിക്കും ഈ മഴയുടെ ഈ ശക്തി തുടരുക എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇന്നെന്തായാലും കോഴിക്കോട്, വയനാട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ തുടങ്ങിയ 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധന മേഖലയിൽ, അതായത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം നൽകിയത്.
നൽകിയിരിക്കുന്നത്. കിലോമീറ്ററിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത. മലയോര മേഖലയിലുള്ളവരോടും അതേപോലെ വെള്ളപ്പൊക്ക സാധ്യതയുള്ളവരോടും എല്ലാം മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇടവിട്ടുള്ള സമയങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും മഴ ശക്തമായതോടെ വീണ്ടും വടക്കൻ കേരളത്തിലെ ജനങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ്. വർഷ, ഈ നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, കർണാടക അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം വഴിയാണല്ലോ ഈ താമരശ്ശേരി ചുരം. ആ ചുരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാറയൊക്കെ വീണ് റോഡ് ഗതാഗതം താറുമാറായ ഒരു സാഹചര്യമായിരുന്നു. അതിൽ നമ്മളൊരു വാർത്തയും കൊടുത്തിരുന്നു. പറഞ്ഞ സമയത്തിനൊന്നും അത് മാറ്റാൻ പറ്റിയില്ല, ഗതാഗതം പുനഃക്രമീകരിക്കാനും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്താണ് ഇന്നത്തെ സ്ഥിതി? അധികൃതർ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? രാജേഷ്, ഇന്ന് താമരശ്ശേരി ചുരത്തിൽ വിദഗ്ധ സമിതി സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിയോളജിക്കൽ വകുപ്പ്, അതേപോലെ മണ്ണ് സംരക്ഷണ വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ തുടങ്ങിയവർ ഇന്ന് ചുരം സന്ദർശിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശേഷം അവർ അതായത് ഇനി ഒരു മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമായിരിക്കും കൂടുതൽ പരിശോധിക്കുക. കാരണം രാജേഷ് സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് താമരശ്ശേരി ചുരത്തിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഇനി അപകട സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമാണ് കൂടുതലായും പരിശോധിക്കുക. അതിനായി ഇന്ന് ജിയോളജിക്കൽ വകുപ്പും അതേപോലെ മണ്ണ് സംരക്ഷണ സമിതി, ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. അതേസമയം ചുരത്തിലെ താമരശ്ശേരി ചുരം 9ാം വളവിൽ വ്യൂ പോയിന്റ് സമീപത്താണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മണ്ണിടിച്ചിലുണ്ടായത്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കുറ്റ്യാടി ചുരത്തിലൂടെയായിരുന്നു വാഹനങ്ങളെല്ലാം കടന്നുപോയത്. അതേ തുടർന്ന് കുറ്റ്യാടി ചുരത്തിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്കുമുണ്ടായിരുന്നു. ശേഷം ഇന്നലെ രാത്രിയോട് കൂടിയാണ് പാറകളെല്ലാം നീക്കി താമരശ്ശേരി ചുരം ഭാഗികമായി തുറന്നു നൽകിയത്. എന്നാൽ പിന്നീട് അത് അടച്ചിടുക തന്നെയായിരുന്നു. ഇന്ന് താമരശ്ശേരി ചുരം പാത പൂർണ്ണമായും തുറന്നു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമാവുക. രാജേഷ്, വർഷയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം, ഈ താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ അതുവഴി യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. അതുവഴി പകുതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മറ്റു വഴികളില്ല എന്ന് തന്നെയാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള കേസ് ക്രൈംബ്രാഞ്ച് DYSP ബിനുകുമാർ അന്വേഷിക്കും. നിരവധി പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. രാഹുലിൽ നിന്നും അധിക്ഷേപം നേരിട്ടവരുടെ വിവരങ്ങളും ശേഖരിക്കും. നിലവിൽ പരാതി നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തും. യുവതികളുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെയാണ് MLA-ക്കെതിരെ കേസെടുത്തത്. കോഴിക്കോട് എലത്തൂർ വിജിൽ നരഹത്യ കേസിൽ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. വിജിലിൻ്റെ അസ്ഥികൾ കണ്ടെടുക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വിജിലിനെ കുഴിച്ചു മൂടി എന്ന് പറയപ്പെടുന്ന സരോവരം പാർക്ക് പരിസരത്താണ് ഇന്നും പരിശോധന തുടരുക. ഇന്നലെ മുഖ്യപ്രതി KK നിഖിലുമായി നടത്തിയ തിരച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സ്ഥലത്തേക്ക് ഇന്ന് വലിയ മണ്ണുമാന്തി യന്ത്രം എത്തിക്കും. അതോടൊപ്പം ആധുനിക റഡാർ സംവിധാനവും കെടാവർ നായ്ക്കളുടെ സേവനവും തേടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഇനിയൊരു ദുരിത വാർത്തയാണ്. BPCL പ്ലാന്റിലെ പൊട്ടിത്തെറിയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച എറണാകുളം അയ്യൻകുഴിയിലെ ജനങ്ങളെ കൈയൊഴിഞ്ഞ് സർക്കാരും കമ്പനി അധികൃതരും. താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ച ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ഹോട്ടൽ ഉടമ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വാസയോഗ്യമല്ലാത്ത അയ്യൻകുഴിയിലേക്ക് വീണ്ടും തിരിച്ചു പോകാനാണ് നിർദ്ദേശം. അയ്യൻകുഴിയിലേക്ക് മടങ്ങാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ സമരത്തിലാണ് ജനങ്ങൾ. ജൂലൈ മാസമാണ് അമ്പലമുകൾ BPCL റിഫൈനറിയിൽ വൈദ്യുത കേബിളിൽ തീപിടിച്ച് പൊട്ടിത്തെറിയുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് സമീപ പ്രദേശമായ അയ്യൻകുഴിയിൽ പൊടിയും രാസമാലിന്യവും പടർന്നിരുന്നു. ശ്വാസതടസ്സമടക്കം അനുഭവപ്പെട്ടതിനാൽ ഇവിടുത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ചോറ്റാനിക്കരയിലെ ലോഡ്ജിലേക്കായിരുന്നു ജനങ്ങളെ മാറ്റിയത്. ഇവിടെ ഇവർ താമസം തുടങ്ങിയിട്ട് 51 ദിവസം പിന്നിടുന്നു. ഇപ്പോൾ ഇവർ ലോഡ്ജ് ഒഴിയണമെന്നാണ് ഉടമ ആവശ്യപ്പെടുന്നത്. എന്നാൽ അയ്യൻകുഴിയിലേക്ക് മടങ്ങിപ്പോകുക സാധ്യമല്ലെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കണ്ടീഷനാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ കൊണ്ട് ആക്കിയ ശേഷമാണ് അവിടെ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തി ഞങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. ആ ടെസ്റ്റിൽ അവിടെ അന്തരീക്ഷത്തിൽ വളരെ മാരകമായ രീതിയിലുള്ള ബെൻസിൻ കണ്ടന്റ് നിലനിൽക്കുന്നത് 180% വീടിൻ്റെ അകത്തും വീടിൻ്റെ പുറത്തും ബെൻസിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയായി. പൊട്ടിത്തെറിക്ക് പിന്നാലെ അയ്യൻകുഴിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തിയിരുന്നു. രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനാൽ
പ്രദേശം വാസ്യയോഗ്യമല്ലെന്നാണ് PCBയുടെ കണ്ടെത്തൽ. ജില്ലാ കളക്ടറും BPCL അധികൃതരുമായി ജനങ്ങൾ ചർച്ച നടത്തിയിരുന്നു. വാസയോഗ്യമല്ലാത്ത സ്ഥലം BPCL ഏറ്റെടുത്ത് മറ്റൊരു സ്ഥലം ഇവർക്ക് വിട്ടു നൽകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിക്കാൻ BPCL അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ റിസൾട്ട് വന്നത് നമുക്ക് വാസയോഗ്യമല്ല എന്നുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളക്ടറോട് ഞങ്ങൾ പറഞ്ഞു, ഒരു പണി ചെയ്തോ, ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒന്നല്ലെങ്കിൽ അവർ തന്നെ ഞങ്ങൾക്കൊരു വീടെടുത്ത് തരുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് റെൻറ്റ് തരുമോ എന്തെങ്കിലും ചെയ്ത് ഞങ്ങളിവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക. അതുപോലെ തന്നെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. വാസയോഗ്യമല്ല എന്ന ഭൂമിയിൽ സംഭവിച്ച കാര്യങ്ങളാണിത്. എന്നിട്ടും ഒരു ജില്ലാ ഭരണകൂടത്തിന് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. അവരിപ്പോഴും ചോദിക്കുന്നത് ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. താമസമൊഴിയാൻ ഹോട്ടലുടമ ആവശ്യപ്പെട്ടതോടെ ജനങ്ങൾ തെരുവിലായ സ്ഥിതിയിലാണ്. ചൊവ്വാഴ്ച രാത്രി മുതൽ ഇവർക്ക് ഭക്ഷണം നൽകുന്നതും നിർത്തിവെച്ചു. ഗർഭിണികളും കുട്ടികളും രോഗികളും അടങ്ങുന്ന 30-ലധികം കുടുംബങ്ങളാണ് ഇപ്പോൾ കിടപ്പാടമില്ലാതെ അലയുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ വാദം ഇന്നും സുപ്രീം കോടതിയിൽ തുടരും. 14 കാര്യങ്ങളിലാണ് രാഷ്ട്രപതി ഭവൻ വ്യക്തത തേടിയിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് റഫറൽ പരിഗണിക്കുന്നത്. സമയപരിധി ഭരണഘടനാ വിരുദ്ധമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. പല സാഹചര്യങ്ങൾ പരിശോധിച്ചാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നതിൽ പരിഹാരം ഉണ്ടാകണമെന്ന നിലപാടിലാണ് സുപ്രീം കോടതിക്കുള്ളത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അറ്റോർണി ജനറൽ R വെങ്കട്ടരമണിയുമാണ് ഹാജരാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവ പ്രതിസന്ധി മറികടക്കാൻ വഴികൾ തേടി ഇന്ത്യ. മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കൂട്ടാനാണ് നീക്കം. ഇന്ത്യയുടെ GDP വളർച്ചയെ ബാധിക്കാൻ ഇടയുള്ള ട്രംപിന്റെ അധിക തീരുവ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ടെക്സ്റ്റൈൽസ് അടക്കമുള്ള മേഖലകളെ പ്രഖ്യാപനം ബാധിച്ചു കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്താനാണ് സർക്കാർ നീക്കം. ഇന്ന് തുടങ്ങുന്ന പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനത്തിനിടയിലും കയറ്റുമതി ചർച്ചയാകും. പ്രധാനമന്ത്രി നാളെ ചൈനയിൽ എത്തും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ശനി ഞായർ ദിവസങ്ങളായി ജില്ലയിലെ മുഴുവൻ കിണറുകളും വാട്ടർ ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യും. മലപ്പുറം ജില്ലയിലെ ചേളാരിയിലും ചേലേമ്പ്രയിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. പ്രദേശത്ത് പനി സർവേയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനം നടത്തുന്നത്. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ജനകീയ ക്യാമ്പയിനായി വലിയ തോതിലുള്ള പദ്ധതികൾ മലപ്പുറത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യും. ക്യാമ്പയിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മലപ്പുറത്ത് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തെയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, വാട്ടർ തീം പാർക്കുകൾ, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യും. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭകൾക്ക് 50,000 രൂപ വരെയും ഗ്രാമപഞ്ചായത്തുകൾക്ക് 25,000 രൂപ വരെയും ചിലവഴിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശികൾ സുഖം പ്രാപിച്ചു വരികയാണ്. അമൃത ന്യൂസ്, മലപ്പുറം. ഓണമെത്തി, പൊളിച്ചോണം. എന്തായാലും ഓണം കളറാക്കാൻ ഇത്തവണയും കുടുംബശ്രീയുടെ പൂക്കൃഷി. കോട്ടയം ജില്ലയിൽ 200 ഏക്കറിലധികം സ്ഥലത്താണ് ഓണ വിപണി ലക്ഷ്യമിട്ട് കുടുംബശ്രീ വനിതകൾ കൃഷി നടത്തിയിരിക്കുന്നത്. പൂക്കൃഷിയുടെ വിളവെടുപ്പും ആരംഭിച്ചിട്ടുണ്ട്. ഓണവിപണിയിൽ ഇത്തവണയും പൂക്കളുടെ വില കൈപൊള്ളിക്കില്ല. കാരണം പച്ചക്കറി കൃഷിയിൽ എന്ന പോലെ പുഷ്പകൃഷിയിലും കുടുംബശ്രീ കൈമുദ്ര ചാർത്തിക്കഴിഞ്ഞു. കോട്ടയം ജില്ലയിൽ മാത്രം 214 ഏക്കറിലാണ് കുടുംബശ്രീ പ്രവർത്തകർ പുഷ്പകൃഷി നടത്തിവരുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഓണവിപണി ലക്ഷ്യമിട്ട് പുഷ്പകൃഷി നടത്തിവരുന്ന കുടുംബശ്രീ ഗ്രൂപ്പുകളുമുണ്ട്. പൂക്കൃഷി നന്നായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ തന്നെ 2.5 ഏക്കറോളം പൂക്കൃഷി ചെയ്യുന്നുണ്ട്.
ഓരോ സംഘ ഗ്രൂപ്പുകളാണ് ഈ കൃഷി ചെയ്യുന്നത്. ഓണാഘോഷങ്ങൾക്ക് മാത്രമല്ല, ക്ഷേത്രങ്ങളിലേക്കും വിവാഹ ആവശ്യങ്ങൾക്കും മറ്റ് അലങ്കാരങ്ങൾക്ക് വേണ്ടിയും പൂക്കൾക്ക് ആവശ്യക്കാർ എത്താറുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് കോട്ടയം ജില്ലയിൽ 100 ഏക്കറോളം സ്ഥലത്തായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുടെ പുഷ്പകൃഷി. ഇത്തവണ അത് ഇരട്ടി കടന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പൂക്കൾ വിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രധാന ആകർഷണം. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ആവശ്യക്കാർ വരികയും അവർക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ നേരിട്ട് നമ്മുടെ പ്ലോട്ടുകളിലെത്തി വാങ്ങിക്കൊണ്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ നിലവിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ് പൂക്കൾ നമ്മൾ വിൽപ്പനയിലേക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. കുടുംബശ്രീയോടൊപ്പം ഓണം എന്ന ഒരു ആപ്തവാക്യം ഫലവത്താക്കുന്ന രീതിയിൽ നമ്മുടെ ജില്ലയിൽ നടപ്പിലാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീ ഓണച്ചന്തകൾ വഴിയും പൂക്കളുടെ വിൽപ്പന നടക്കുന്നുണ്ട്. ഭൂരിഭാഗം സ്ഥലങ്ങളിലും പൂക്കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഓണക്കാലം കഴിഞ്ഞ് വിളവെടുക്കുന്ന പൂക്കൾ സംഭരിച്ച് അഗർബത്തി പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യവും പരിഗണനയിലാണ്. അമൃത ന്യൂസ്, കോട്ടയം. വള്ളംകളി എന്നത് ആലപ്പുഴക്കാർക്ക് ആവേശമാണ്. എന്നാൽ ജീവന് തുല്യം സ്നേഹിച്ച വള്ളത്തെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിൽക്കേണ്ടി വന്ന ഒരു ചരിത്രം കൂടിയുണ്ട് വള്ളംകളിയുടെ ചരിത്രത്തിൽ. കൊടുപ്പുന്നയിലെ ആ ചരിത്രത്തിലേക്ക്. കുട്ടനാടൻ ജനതയ്ക്ക് വള്ളവും വള്ളംകളിയും ജീവവായു പോലെ ജീവിതത്തോട് എന്നോ അലിഞ്ഞു ചേർന്നാണ്. വള്ളംകളിക്ക് വേണ്ടി മനസ്സും ശരീരവും ജീവിതവും തന്നെ സമർപ്പിച്ച ഒരു ജനതയുടെ സാഫല്യമാണ് നെഹ്റു ട്രോഫി ജലമേള. പുന്നമടയുടെ ഓളപ്പരപ്പിൽ തുഴയെറിഞ്ഞ് നടന്ന വാശിയേറിയ പോരാട്ടകഥകൾക്കപ്പുറം തങ്ങളുടെ ജീവനെ വിട്ടുകൊടുക്കേണ്ടി വന്ന ത്യാഗത്തിൻ്റെ കഥ കൂടി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തോട് ചേർത്ത് കാലം അടയാളപ്പെടുത്തുന്നുണ്ട്. കൊടുപ്പുന്നയിലെ ജനതയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന കൊടുപ്പുന്ന ചുണ്ടൻ വിൽക്കേണ്ടി വന്ന ത്യാഗത്തിൻ്റെയും കർത്തവ്യബോധത്തിൻ്റെയും കഥ. പ്രദേശത്തെ കുട്ടികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി ഒരു വിദ്യാലയം ഇല്ലാതിരുന്ന കാലം. കിലോമീറ്ററുകൾ നടന്ന പഠനത്തിനായി പോയിരുന്ന പുതുതലമുറയ്ക്ക് വേണ്ടി അവർ ഒടുവിൽ തീരുമാനമെടുത്തു. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ചുണ്ടൻ വള്ളം വിൽക്കുക. അങ്ങനെ ലഭിച്ച തുകയും സർക്കാർ ഫണ്ടും ഒത്തുചേർന്നതോടെ LP സ്കൂൾ ഹൈസ്കൂളായി ഉയർന്നു. കൊടുപ്പുന്നയിലെ ഒരു തലമുറയാകെ അക്ഷരവെളിച്ചം കണ്ടത് ഇന്ന് കാണുന്ന ഈ സ്കൂളിലാണ്. കായലിനെ കീറിമുറിച്ച് കുതിച്ചിരുന്ന കൊടുപ്പുന്ന ചുണ്ടനാകട്ടെ തുഴയെറിഞ്ഞ് കയറിയത് ആ ജനതയുടെ ആകെ ഹൃദയത്തിലേക്കും. ആലപ്പുഴയിൽ നിന്ന് വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. കോട്ടയം നഗരത്തിൽ KSU നേതാവിന് നേരെ ആക്രമണം. KSU ബ്ലോക്ക് പ്രസിഡന്റ് മാഹിൻ നവാസിന് നേരെയായിരുന്നു ആക്രമണം. ചൊവ്വാഴ്ച രാത്രി 7:30 സംഭവം. പുളിമൂട്ടിൽ ജംഗ്ഷനിലുള്ള തന്റെ സ്ഥാപനത്തിൽ നിന്നും പള്ളിയിലേക്ക് പോകുന്നതിനിടയിൽ ഇരുചക്ര വാഹനത്തിലെത്തിയവർ ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. കൈക്ക് പരിക്കേറ്റ മാഹിൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണത്തിന് പിന്നിൽ ഇടത് യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു. കാഴ്ചയിൽ കൗതുകമായി നിറയെ തേങ്ങകളോടെ ഇരുതലയുള്ള തെങ്ങ്. കാസർഗോഡ് ഇടയിലക്കാട്ടെ വൈക്കത്ത് കുഞ്ഞിമാണിക്യത്തിൻ്റെ വീട്ടുപറമ്പിലാണ് അപൂർവ കാഴ്ചയായി 2 തലയുള്ള തെങ്ങുള്ളത്. 35 വർഷം മുൻപ് നട്ട നാടൻ തെങ്ങിലാണ് ആരെയും ആകർഷിക്കുന്ന അപൂർവ കാഴ്ച. വർഷങ്ങളോളം ഒറ്റത്തലപ്പായി മാത്രം നിന്ന തെങ്ങിന്റെ തല 7 വർഷം മുൻപ് നശിക്കുകയും പിന്നീട് 2 തലപ്പായി വളർന്നു വരികയുമായിരുന്നു. 2 ഭാഗങ്ങളിൽ നിന്നും തേങ്ങ ലഭിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. 2 ശിഖരങ്ങളുള്ള തെങ്ങിൽ കയറി തേങ്ങയിടുന്നത് വീട്ടുകാർക്കും നാട്ടുകാർക്കും കൗതുകമാണ്. കായ്ഫലത്തിന് വ്യത്യാസങ്ങളില്ലെന്നും ഓരോ ഭാഗത്തും 30-ലധികം തേങ്ങകൾ കായ്ച്ചു നിൽക്കുന്നതായും വീട്ടുകാർ പറഞ്ഞു. കുറെ തേങ്ങയെല്ലാം പറിച്ചിട്ട് തല പോയിട്ട് പിന്നെ കുറെ 2-3 കാലത്തേക്ക് തല വന്നില്ല. പിന്നെ തല വന്ന് തേങ്ങയെല്ലാം പറിച്ച 1000 മറ്റു ഭാഗത്തും തല വന്നു. ഇപ്പൊ തേങ്ങാലോണം പിടിച്ചിരുന്നു. അന്നൊന്നും അങ്ങനെ പിടിച്ചിട്ട് 1-2 പിടിക്കും. മൊബൈലിട്ടേ പിന്നെ ഇഷ്ടംപോലെ ആള് വന്നു. ഒറ്റത്തടി വൃക്ഷമായ തെങ്ങിൽ 1-ലധികം തലപ്പുകൾ വന്നാൽ സാധാരണഗതിയിൽ അവ നശിച്ചു പോകാറാണ് പതിവ്. നിറയെ തേങ്ങകളോടുകൂടിയ ഈ കാഴ്ച റോഡരികിലായതിനാൽ നിരവധി പേർ ഇരുതല തെങ്ങിന്റെ ഫോട്ടോ പകർത്താനായി വലിയ പറമ്പ് ഇടയിലക്കാട്ടെ കുഞ്ഞുമാണിക്കത്തിന്റെ പറമ്പിൽ എത്തുകയാണ്. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ഒരു തെങ്ങിന് 1 തല ഉണ്ടായിരുന്നിട്ട് പോലും തേങ്ങയില്ലാത്ത കാലമാണ്. തേങ്ങയുടെ വില ഇപ്പോൾ നോക്കിയാൽ ഒരു തേങ്ങയ്ക്ക് 40 രൂപ. എന്തായാലും വളരെ
നല്ലൊരു റിപ്പോർട്ടായിരുന്നു. മറ്റു വാർത്തയിലേക്ക്. വിയറ്റ്നാമിൽ നിന്നും മോഡലിംഗിൽ 3 ടൈറ്റിലുകൾ കരസ്ഥമാക്കിയ ഒരു കൊച്ചു മിടുക്കിയുണ്ട് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിൽ. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ലക്ഷ്മിയെയാണ് പ്രിൻസ് ഓഫ് ഏഷ്യ, സൂപ്പർ ടാലൻറ്റ്, ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നിങ്ങനെ 3 ടൈറ്റിലുകൾ കരസ്ഥമാക്കിയത്. 6 വയസ്സ് മുതൽ മോഡലിംഗ് ആരംഭിച്ച ലക്ഷ്മിയ കടലും കടന്നുപോയാണ് ടൈറ്റിലുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പടിയൂർ സ്വദേശി അനൂപ് കുമാർ രന്യ ദമ്പതികളുടെ മകളാണ് ലക്ഷ്മിയ. വിയറ്റ്നാമിൽ വെച്ച് നടന്ന ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ 2025-ൽ പ്രിൻസസ് ഓഫ് ഏഷ്യ, സൂപ്പർ ടാലൻറ്റ്, ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നിങ്ങനെ 3 ടൈറ്റിലുകളാണ് ലക്ഷ്മിയ കരസ്ഥമാക്കിയത്. ഇന്റർനാഷണൽ കൊറിയോഗ്രാഫർ അതുൽ സുരേഷാണ് ലക്ഷ്മിയെ ഗ്രൂം ചെയ്യുന്നത്. വിയറ്റ്നാമിലെ ഗോവയില് ഒക്കെ പോയിട്ടുണ്ട്. വിയറ്റ്നാമിൽ നിന്ന് കിട്ടിയത് പ്രിൻസസ് ഓഫ് ഏഷ്യ, ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ, പിന്നെ ബെസ്റ്റ് സൂപ്പർ ടാലൻറ്റ്. ഫ്രണ്ട്സൊക്കെ വീഡിയോ കൊണ്ടുവന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് അല്ലാത്ത കുട്ടികളൊക്കെ ഫ്രണ്ട്സായി ഉണ്ടായിരുന്നു. മോഡലിംഗിൽ മകളുടെ ആഗ്രഹം കണ്ട അച്ഛനമ്മമാർ കട്ട സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗോവയിൽ നടന്ന ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ എന്ന പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചായിരുന്നു ലക്ഷ്മിയുടെ തുടക്കം. ഞാൻ തൃശ്ശൂർ ഒരു ഷോ കണ്ടപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊണ്ടുപോയതാണ്. പിന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇതിൽ ആഗ്രഹം ഉണ്ടെന്ന് തോന്നിയപ്പോൾ പിന്നെ അങ്ങനെ ഓരോ ഷോസുകൾ കാണുമ്പോഴും കൊണ്ടുപോയി തുടങ്ങി. അങ്ങനെ ഒരുപാട് ടൈറ്റിൽസും കിട്ടിയിട്ടുണ്ട്. വിയറ്റ്നാം പോകുന്നതിന് മുമ്പ് ഗോവ പോയിരുന്നു. അവിടെ കേരളയ്ക്ക് വേണ്ടി ആൾ സെലക്ട് ആയിരുന്നു. അതിനുശേഷം വിയറ്റ്നാമിൽ പോയി ഇപ്പോൾ 3 ടൈറ്റിൽ വിന്നറാണ്. മാത്രമല്ല ഇതിനു മുമ്പ് കേരള ഐക്കൺ 2025 ആയിട്ട് എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഠനത്തോടൊപ്പം മോഡലിംഗ് ഫീൽഡും തുടർന്നു കൊണ്ടുപോകാനാണ് കൊച്ചു ലക്ഷ്മിയയുടെ ആഗ്രഹം. തുടർന്നുള്ള മത്സരങ്ങളിലും പങ്കാളിയാകാനും കൂടുതൽ ടൈറ്റിലുകൾ കരസ്ഥമാക്കാനുമുള്ള കഠിന ശ്രമത്തിലാണ് ലക്ഷ്മിയ ഇപ്പോൾ. അമൃത ന്യൂസ്, തൃശ്ശൂർ. ഗൃഹോപകരണ വിപണന രംഗത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിൻ്റെ പന്തളം ഷോറൂം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പന്തളം നഗരസഭാ ചെയർപേഴ്സൺ അച്ഛൻകുഞ്ഞ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പിട്ടാപ്പള്ളി ഏജൻസീസ് CEO കിരൺ വർഗീസ്, ജനറൽ മാനേജർ AJ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫാദർ ജെയിംസ് മഠത്തിൽ CMI ആശീർവാദ കർമ്മം നിർവഹിച്ചു. വന്നോണം പൊന്നോണം പിട്ടാപ്പള്ളി ട്രിയലോണം പദ്ധതിയുടെ ഭാഗമായി 2025 വിജയികൾക്ക് ഗൃഹോപകരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, റിസോർട്ട് വെക്കേഷനുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയവ സമ്മാനമായി നൽകുന്നു. കൂടാതെ ഓഗസ്റ്റ് 22 മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു ഭാഗ്യശാലിക്ക് ഉൽപ്പന്നത്തിൻ്റെ വില തിരികെ ലഭിക്കുന്നു. വിപുലീകരിച്ച് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ചടങ്ങാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത്. ചടങ്ങിൽ വന്നു ചേർന്ന് ഇനോഗ്രേഷൻ നടത്തിയത് ബഹുമാനപ്പെട്ട നഗരസഭ ചെയർപേഴ്സൺ ശ്രീ അച്ഛൻകുഞ്ഞ് അവർകളാണ്. കഴിഞ്ഞ 2023 പിട്ടാപ്പള്ളി ഏജൻസീസ് പന്തളത്ത് ആരംഭിച്ചതിന് ശേഷം നിരവധി കസ്റ്റമേഴ്സ് ഞങ്ങൾ നേരിട്ട് വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയും ഈ സ്ഥാപനത്തോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനും ഷോറൂമിനോട് ചേർന്ന് തന്നെ 2 ഷട്ടറോളം സ്പേസ് അഡീഷണൽ എടുത്ത് ഓണസദ്യയ്ക്ക് രുചിയുടെ വൈവിധ്യമൊരുക്കാൻ തനി നാടൻ സാമ്പാർ വിപണിയിലെത്തിച്ച ഈസ്റ്റേൺ. ഓരോ നാട്ടിലും സാമ്പാർ ഒരുങ്ങുന്നത് ഒരുതരം രുചിയിലാണ്. ഈ വൈവിധ്യങ്ങളെയും ഇഷ്ടങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരികയാണ് ഈസ്റ്റേൺ. കായത്തിൻ്റെ രുചി മുന്നിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും പുതിയ ഉൽപ്പന്നമായ തനി നാടൻ സാമ്പാർ. ഇതോടെ ഈസ്റ്റേൺ സാമ്പാർ പൗഡറിനൊപ്പം തനി നാടൻ സാമ്പാറും ഇനി മുതൽ വിപണിയിൽ ലഭ്യമാകും. സാമ്പാർ പോര് എന്ന പേരിൽ പുതിയ പരസ്യചിത്രവും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത രുചികളിലുള്ള 2 തരം സാമ്പാർ പൊടികൾ വാങ്ങുവാനുള്ള അവസരമാണ് ഇത്തവണ ഒരുക്കുന്നതെന്ന് ഈസ്റ്റേൺ ഇന്നൊവേഷൻസ് ഹെഡ് ശിവപ്രിയ ബാലഗോപാൽ പറഞ്ഞു. ഞങ്ങൾ സാമ്പാറിൻ്റെ ഒരു സെലിബ്രേഷൻ, സാമ്പാറിൻ്റെ പോർട്ട്ഫോളിയോ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് വിത്ത് ദിസ് ന്യൂ പ്രോഡക്റ്റ് തനി നാടൻ സാമ്പാർ പൊടി. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഒരു എക്സ്ട്രാ ഹിൻറ്റ് ഓഫ് കായമാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ഡിഫറൻസും ഉണ്ട്. ആൻഡ് വി വോണ്ട് ടു ഓഫർ എ ചോയ്സ് ടു കൺസ്യൂമേഴ്സ് വിത്ത് 2 വേരിയൻറ്റ്സ് വെയർ ദേ ക്യാൻ ചൂസ് വിച്ച് എവർ സാമ്പാർ ദേ ലൈക്ക് ടു ദിയർ ചോയ്സ്. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ട്രംപിൻ്റെ അധിക തീരുവ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുകയുമാണ്. ഇന്നും നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. US-ൻ്റെ പുതിയ താരിഫ് നിർദ്ദേശം നടപ്പിലായതിൻ്റെ ഒരു ആഘാതത്തിലാണ് വിപണി. ഇനിയുള്ള ഓരോ ഉയർച്ചയിലും വിൽപ്പനയ്ക്ക് നീങ്ങുന്ന ഒരു പ്രവണത വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തേക്കും. ആ രീതിയിലാണ് ഇപ്പോൾ വിപണിയിലെ നീക്കങ്ങൾ കാണിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാന മേഖലയായ സൂചികയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിപണിയുടെ ഏറ്റവും കൂടുതൽ മേഖലയിൽ ഉള്ള ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു വിൽപ്പന
അതാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിലും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിപണിയിൽ മൊത്തത്തിലൊരു നീക്കമുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന തുടരുകയും ചെയ്യുന്നു. ഇതും ഈ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ 100 ദിവസത്തെ ശരാശരി നിലവാരമായി 24,635 എന്ന നിലവാരമാണ് ഇപ്പോൾ പ്രധാനം. സാങ്കേതികമായി ആ ഒരു നിലവാരത്തിലാണ് ഇപ്പോൾ ഒരു അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുന്നത്. അതിന് താഴേക്ക് വിപണി നീങ്ങുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടായിട്ടുള്ള താഴ്ന്ന നിലവാരത്തേക്ക് 24,300 എന്ന നിലവാരത്തിലേക്കും വിപണി എത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള കയറ്റിറക്കാൻ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയും വിപണിയുടെ നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. എന്തായാലും ഇന്നും നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. മാതാ അമൃതാനന്ദമയി മഠം അമൃതപുരി ആശ്രമത്തിൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചു. അമൃതപുരിയിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സെപ്റ്റംബർ 6 വരെയാണ് ഗണേശോത്സവം. ആശ്രമത്തിലെ പ്രധാന ആളിലെ വേദിയിൽ ഭദ്രദീപം കൊളുത്തി സ്വാമി തുര്യാമൃതാനന്ദപുരി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ഗജപൂജയും ആശ്രമത്തിലെ കളരിയിൽ ഗണേശപൂജയും നടന്നു. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ആശ്രമത്തിൽ നടന്ന ഭജനയിൽ ആശ്രമത്തിലെ സന്യാസിമാരും സന്യാസിനിമാരും മറ്റ് ആശ്രമ അന്തേവാസികളും ഭക്തരും പങ്കെടുത്തു. ആഘോഷം അവസാനിക്കുന്ന 6-ാം തീയതി വൈകിട്ട് ഗണേശ വിഗ്രഹം ആഘോഷപൂർവ്വം കടലിൽ നിമജ്ജനം ചെയ്യും. അമൃതപുരിയിൽ നിന്നുള്ള വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്കൊപ്പം അമൃത വിശ്വവിദ്യാപീഠം, അമൃതപുരി ആശ്രമം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളും ഭാഗമാകും. ആഘോഷങ്ങൾ നടക്കുന്ന എല്ലാ ദിവസവും അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഭജനയും ഉണ്ടായിരിക്കും. ഇനി കായിക വാർത്തകൾ നോക്കാം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 2:30 മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45 ഏരീസ് കൊല്ലം ആലപ്പി റിപ്പിൾസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസിനെ 11 റൺസിന് കീഴടക്കി. സൂരജ് ഡയമണ്ട് ലീഗിൽ മെഡൽ പ്രതീക്ഷയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. രാത്രി 11:15 മത്സരം. പങ്കെടുത്ത എല്ലാ ഡയമണ്ട് ലീഗുകളിലും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി 15 പോയിന്റുമായാണ് നീരജ് മത്സരത്തിന് ഇറങ്ങുന്നത്. 2 ദിവസങ്ങളായി സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 14 ഡയമണ്ട് ലീഗുകളിലെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഫൈനലിലേക്കുമുള്ള യോഗ്യത. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.